ഒരു സംഘം ഒരുമിച്ച് കൂടി. എന്നിട്ട് യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബിനെ അവർ ഓതിക്കൊണ്ടിരിക്കുന്നു. വയതദാറസൂനഹു, അതിനെ പരസ്പരം ചൊല്ലിപ്പഠിച്ച് ചർച്ച ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിൽ ഇല്ല നസലത്ത് അലൈഹിമുസ് സക്കീന, അവർക്കുമേൽ സക്കീനത്തുണ്ടാവും, മനസ്സമാധാനമുണ്ടാവും. ഇന്ന് അതാണല്ലോ നഷ്ടപ്പെട്ടു പോയത്. ബാക്കിയെല്ലാം ഉണ്ട്, സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഭൗതിക സംവിധാനങ്ങളുണ്ട്, ആൾബലമുണ്ട്, എല്ലാമുണ്ട്, പക്ഷെ മനസ്സമാധാനമില്ല. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒത്തുചേരലിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറെ വിപ്ലവകരമായ ഒരു ക്യാമ്പയിനാണ് ഇവിടെ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നത്. അൽ ഖുർആനു ഹുവൽ ഹയാ, ഖുർആൻ തന്നെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ക്യാമ്പയിനിനെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു കൊച്ചു കഥ പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. പണ്ട് ഒരു മുക്കുവൻ ഉണ്ടായിരുന്നു. ആ മുക്കുവൻ ചില വിചിത്രമായ സ്വഭാവങ്ങളുള്ള മുക്കുവനാണ്. അയാൾ കടലിലാണ് മീൻ പിടിക്കുക. പക്ഷേ കടലിൽ ചൂണ്ടയിട്ട് മാത്രമേ അയാൾ മീൻ പിടിക്കുള്ളൂ. വലയെറിഞ്ഞ് മീൻ പിടിക്കില്ല, ബോട്ടിൽ ആഴക്കടലിലേക്ക് സഞ്ചരിച്ച് മീൻ പിടിക്കില്ല. കടലിൻ്റെ തീരത്ത് ചൂണ്ടയെറിഞ്ഞ് ആണ് അയാൾ മീൻ പിടിക്കുക. മറ്റൊരു വിചിത്ര സ്വഭാവം കൂടി ആ മുക്കുവനുണ്ടായിരുന്നു. അയാൾ മത്സ്യം പിടിച്ചാലില്ലേ, തൻ്റെ കൈവിരൽ കൊണ്ട് മത്സ്യത്തെ അളന്നു നോക്കും. ആ മീന് തൻ്റെ ഒരു ചാൺ അകലത്തേക്കാൾ വലുതാണെങ്കിൽ, ഒരു ചാണിനേക്കാൾ വലുതാണെങ്കിൽ ആ മത്സ്യത്തെ അയാൾ കടലിലേക്ക് തന്നെ എറിയും. അയാൾക്ക് കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളായിരുന്നു ഇഷ്ടം. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ, ഞങ്ങൾക്കൊക്കെ വലിയ മത്സ്യങ്ങളാണല്ലോ ഇഷ്ടം. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഉള്ള ചീനച്ചട്ടിയുടെ വലിപ്പം ഇത്രയാണ്, അതുകൊണ്ട് ഈ ചീനച്ചട്ടിയിൽ വറുത്തെടുക്കാൻ കഴിയുന്ന മത്സ്യങ്ങളെ മാത്രമേ ഞാൻ പിടിക്കുള്ളൂ എന്ന് പറഞ്ഞു. പാവം മുക്കുവൻ അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അയാൾ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളുടെ തമ്പുരാനായിരുന്നു അല്ലേ? ഇനി ഈ കഥയെ നമ്മിലേക്കൊന്ന് പരാവർത്തനം ചെയ്യാം, ഖുർആനിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മൾ വിശുദ്ധ ഖുർആനാകുന്ന മഹാകടലിൽ ചൂണ്ടയിട്ട് കൊണ്ടിരിക്കുന്നവരാണ് എന്ന് പറയണം മുസ്ലിം സമുദായത്തെക്കുറിച്ച്. ചൂണ്ടയിട്ട് തനിക്കിഷ്ടപ്പെട്ട ഒരായത്ത് അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു സൂറത്തുകൾ മാത്രം നമ്മൾ ചൂണ്ടയിൽ പിടിച്ചെടുക്കാൻ, ഒരു ഇന്നാഴത്തൈനാക്ക, ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ഇദാ ജാ നസ്റുല്ലാഹി അല്ലേ, ആ സൂറകളെ കുറച്ച് കാണിക്കല്ല. പക്ഷെ ഇങ്ങനെയാണ് നമ്മളൊക്കെ. ഇനി ഖുർആൻ മുഴുവനങ്ങ് പഠിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ പറയും, എൻ്റെ മനസ്സിലെ ചീനച്ചട്ടി ഇത്രേ ഉള്ളൂ. കാരണം എന്തിനാണ് ഈ ഖുർആൻ മുഴുവൻ പഠിക്കുന്നത്? എനിക്ക് അത്യാവശ്യം നിസ്കരിക്കണം, അതിന് ഞാൻ സൂറത്തുൽ ഫാത്തിഹ ചൂണ്ടയിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു സൂറത്തുകളുണ്ട്, അതിലപ്പുറം എന്തിനാണ് എന്നാണ് പലപ്പോഴും നമ്മൾ ആലോചിച്ചു പോകുന്നത്. പാവം നമ്മളും കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളുടെ തമ്പുരാക്കന്മാരായിരിക്കുന്നു. ഇവിടെ നിന്നാണ് അള്ളാഹുവിൻ്റെ കലാമിലേക്ക് നമുക്കെങ്ങനെയാണ് കൂടുതലായിട്ട് നീന്തിത്തുടിക്കാൻ കഴിയുക, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് മൊത്തം പവിഴവും വാരിയെടുക്കാൻ കഴിയുക എന്ന് ആലോചിക്കേണ്ടത്. ശരിക്കും ഖുർആൻ എവിടെ ഇറങ്ങിയത്?
എവിടെ ഇറങ്ങിയത്? നമ്മൾ പറയും മക്കയിലാണ്, ശരിയല്ലേ? ശരിയാണ്. മദീനയിലാണ്, അതും ശരിയാണ്. അറേബ്യയിലാണ്, അതും ശരിയാണ്. പക്ഷേ അതാണോ ശരി? അതല്ലല്ലോ. ഖുർആൻ പറയുന്നുണ്ട്, ഖുർആൻ അവതരിച്ചത് അലാ ഖൽബിക, താങ്കളുടെ ഖൽബിലാണ് എന്ന് പറയുന്നുണ്ട്. കാതിലല്ല അവതരിച്ചത്. കാതുകൊണ്ട് നമ്മൾ ഖുർആൻ കേൾക്കാറുണ്ട്. തറാവീഹ് നിസ്കാരത്തിലൊക്കെ എത്രയാ കേൾക്കാം. നാവിലാണോ അവതരിച്ചത്? നാവിലുമല്ല. അലാ ഖൽബിക, അങ്ങയുടെ ഖൽബിലേക്കാണ് ഖുർആൻ അവതരിച്ചത്. വിശുദ്ധ ഖുർആനിനെ മനസ്സിൻ്റെ 3 അറകളിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്, ഏറ്റുവാങ്ങേണ്ടതുണ്ട് എന്ന് ഖുർആൻ തന്നെ പറയുന്നു. അതിൽ ഒന്നാമത്തെ അറയാണ് ഖൽബ്. രണ്ടാമതൊരു അറയുണ്ട്, അതിന് ഖുർആൻ ഉപയോഗിച്ച വാക്ക് സ്വദ്ർ എന്നാണ്. അത് മനസ്സിൻ്റെ അകത്തുള്ള പ്രത്യേകമായ ഒരു രഹസ്യമായ അറയാണ്. ആ അറ നാളെ അല്ലാഹു തുറക്കും, അതിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടും എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വഹുസ്സില മാഫി സുദൂർ, നെഞ്ചകത്തെ സ്വദർ എന്ന അറയ്ക്കുള്ളിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടും. ആ അറയിലേക്ക് ഖുർആനിനെ എടുത്തു വെക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഖുർആനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സൂക്തം ഏതാണ്? അങ്ങനെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാവില്ലേ? എൻ്റെ പഠിച്ചോൻ എന്നോട് പറഞ്ഞ വാക്കുകളിൽ, വചനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? നമ്മൾ കണ്ടെത്തേണ്ട ഒരു സംഗതിയാണത്. ഉമ്മ അവസാനം പറഞ്ഞ വാക്ക്, വാപ്പയുടെ വസിയത്ത് ഒക്കെ ഓർക്കുമ്പോൾ തന്നെ മനസ്സ് പിടക്കൂലേ? പക്ഷേ അല്ലാഹു നമ്മോട് പറഞ്ഞ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂക്തം ഏതാണ്? കണ്ടെത്തേണ്ട കാര്യമാണ്. ഖുർആനിനെ സ്വീകരിക്കേണ്ട മൂന്നാമത്തെ അറ ഖുർആൻ പറയുന്നത് ഫുആദ് എന്ന അറയാണ്. അതിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ അകത്ത് കിടന്ന് ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുക. അത് നമ്മിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും, വല്ലാത്ത പ്രതീക്ഷകളും സ്വപ്നങ്ങളും നിറച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഖുർആൻ പ്രായോഗിക രൂപം പ്രാപിക്കുക തന്നെ ചെയ്യും. അതിന് ഇങ്ങനെ മുകൾ പരപ്പിലൂടെയുള്ള ഒരു നീന്തൽ കൊണ്ട് സാധ്യമല്ല. നേരത്തെ മുഫ്തി അമീൻ സാഹിബ് സൂചിപ്പിച്ച പോലെ ബോധപൂർവമായ പഠനം അനിവാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖ്യ ദൗത്യങ്ങളിൽ ഒന്നായിട്ട് ഖുർആൻ പറഞ്ഞത് വയുഅല്ലിമുഹുമുൽ കിതാബ് എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅല്ലിമുൽ കിതാബാണ്. വിശുദ്ധ ഖുർആനിൻ്റെ മുഅല്ലിമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിമാർ ഖുർആനിൻ്റെ മുതഅല്ലിമുകളായിരുന്നു, ഖുർആനിൻ്റെ വിദ്യാർത്ഥികളായിരുന്നു എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയാം. അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് അരുളിയത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖുർആൻ പഠിപ്പിക്കുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ. അതും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ 2 ആളുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഠിപ്പിക്കുന്ന ആൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പഠിക്കുന്ന ആൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പഠിപ്പിക്കുക എന്നൊരാശയം അതിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പഠിക്കുന്ന ആൾ പഠിപ്പിക്കാൻ കൂടി പ്രാപ്തമാകുന്ന അവസ്ഥയിലേക്ക് വളരേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ബോധപൂർവം തീരുമാനമെടുത്ത് ഖുർആനിനോടൊപ്പം സഞ്ചരിക്കുക എന്നതാണ് പ്രധാനം. നമ്മുടെ ഈ ഒത്തുചേരൽ കേവലം ഒരു വഅള് കേൾക്കാൻ വേണ്ടിയുള്ളതല്ല, ഇത് ഒരു ക്യാമ്പയിൻ പ്രഖ്യാപന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ പ്രായോഗികമായിട്ട് വിശുദ്ധ ഖുർആനിനെ പഠിക്കുവാൻ വേണ്ടി നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് കൂടിയാലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ്. ഖുർആൻ പഠനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിക്കുന്നവർക്കുള്ള അതിമഹത്തരമായ സൗഭാഗ്യങ്ങൾ എണ്ണിപ്പറയുന്നുണ്ട്. മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരിടത്ത്
ഒരു സംഘം ഒരുമിച്ച് കൂടി. എന്നിട്ട് യത്ലൂന കിതാബല്ലാ, അള്ളാഹുവിൻ്റെ കിതാബിനെ അവർ ഓതിക്കൊണ്ടിരിക്കുന്നു. വയത്തദാറസൂനഹു, അതിനെ പരസ്പരം ചൊല്ലിപ്പഠിച്ച് ചർച്ച ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിൽ ഇല്ല നസലത്ത് അലൈഹിമുസ്സക്കീന, അവർക്കുമേൽ സക്കീനത്തുണ്ടാവും, മനസ്സമാധാനമുണ്ടാവും. ഇന്ന് അതാണല്ലോ നഷ്ടപ്പെട്ടു പോയത്. ബാക്കിയെല്ലാം ഉണ്ട്, സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഭൗതിക സംവിധാനങ്ങളുണ്ട്, ആൾബലമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ മനസ്സമാധാനമില്ല. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് ബേജാറായി പോവാൻ. അങ്ങനെ കൗൺസിലിംഗ് സെൻ്ററുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അവിടുന്ന് പഠിപ്പിക്കുന്നത് സക്കീനത്തുണ്ടാകും, മനസ്സമാധാനമുണ്ടാകും. വഗശിയത്തുഹുമുർ റഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യം അവരെ മൂടിപ്പൊതിയും. വഹഫത്തുഹുമുൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരെ വലയം ചെയ്യും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടുക്കലുള്ള മലക്കുകളുമായിട്ട് ഈ സംഘത്തെക്കുറിച്ച് അനുസ്മരിക്കും. മഹാസൗഭാഗ്യങ്ങളാണ് ഈ എണ്ണി പറഞ്ഞത് എന്ന് മനസ്സിലാക്കാം. അപ്പം നമ്മുടെ ഈ സദസ്സ് തന്നെ അള്ളാഹുവിൻ്റെ മലക്കുകൾ മൂടിപ്പൊതിഞ്ഞു നിൽക്കുന്ന സദസ്സാണ്. അങ്ങനെ ചില സദസ്സില്ലേ, അറഫാത്ത്, ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന അറഫാത്തിൽ വെച്ച് അള്ളാഹു തആല മലക്കുകൾക്ക് ആ സംഘത്തെ കാണിച്ചു കൊടുക്കും എന്നല്ലേ. അതേപോലെ ഈ സംഘത്തെ, ഖുർആൻ പഠിക്കുന്ന സംഘത്തെ കുറിച്ച് അള്ളാഹു തആല ഉപരിലോകത്ത് വെച്ച് അവൻ്റെ മലക്കുകളുമായിട്ട് ഓർത്ത് പറയും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനാൽ ഖുർആൻ പഠിക്കുക എന്നത് ഓരോ ആളും വ്യക്തിപരമായി തൻ്റെ ബാധ്യതയായിട്ട് നിശ്ചയിക്കണം. ഒരു ദിവസം 24 മണിക്കൂറാണ്. ഒരു ആഴ്ചയിൽ എത്ര മണിക്കൂറുണ്ട്? 168 മണിക്കൂറാണ് ഒരു ആഴ്ചയിൽ. അതിൽ 1 മണിക്കൂർ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിട്ടുകൊടുത്തുകൂടെ? അത് ശരിക്കും അതിൻ്റെ സക്കാത്ത് പോലും ആകൂലല്ലോ. 100 മണിക്കൂറിന് 2.5 മണിക്കൂർ സക്കാത്ത് കൊടുക്കണ്ട. ശരിക്കും മിനിമം 2.5% സക്കാത്ത്. 168 മണിക്കൂറിൽ 1 മണിക്കൂർ അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിട്ടുകൊടുത്തുകൂടെ? എപ്പോഴാണ് കുഴഞ്ഞു വീഴുക, എപ്പോഴാണ് സ്ട്രോക്ക് വരിക, ഒന്നും പറയാൻ പറ്റാത്ത കാലമാണ്. ഖുർആനിനോടൊപ്പം സഞ്ചരിക്കുന്നതിനിടയിൽ അല്ലാഹു തആല വിളിച്ചെങ്കിൽ അതെത്ര മഹത്തായ സൗഭാഗ്യമാണ് അല്ലേ. നമ്മുടെ ആയാത്ത് ദർസെ ഖുർആൻ ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉമ്മ ICUവിൽ വെച്ച് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് യാത്രയായ അനുഭവമുണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഖുർആനിനോടൊപ്പമുള്ള സഞ്ചാരം ജീവിതചര്യയാക്കി മാറ്റുക എന്നുള്ളത് മഹത്തായ ഒരു സൗഭാഗ്യമായിരിക്കും. അതിൽ ബോധപൂർവം നാം ഓരോരുത്തരും തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഒരുപാട് തീരുമാനമെടുത്തവരായിരിക്കും. ഓരോ പ്രദേശത്തും ഈ പാലേരി, പാറക്കടവ്, കുറ്റ്യാടി മേഖലകളിൽ ഒരുപാട് ഖുർആൻ സ്റ്റഡി സെൻ്ററുകൾ തുടങ്ങുകയും ഒടുങ്ങുകയും ചെയ്തു പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഞാൻ തെക്കൻ മേഖലയിൽ നിന്നാണ് കുറ്റ്യാടിയിലേക്ക് വന്നത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വന്നത്. അങ്ങനെ പീസ് സ്ക്വയറിൽ ഗംഭീര ക്ലാസ് തുടങ്ങിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇരിക്കാൻ സ്ഥലമില്ലാതെ 300-ൽ പരം ആളുകൾ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. ഇപ്പോഴും ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ 30-ൽ താഴെ ആളുകളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്, ബാക്കി 270 പേര് എവിടെ പോയി. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് ആളുകളെ കാണാൻ പറ്റി, കുറച്ച് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നു. ഇങ്ങനെ തുടങ്ങുകയും ഒടുങ്ങുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് ഖുർആൻ ക്ലാസ് മാറിപ്പോവുകയാണ്. അങ്ങനെ അല്ലല്ലോ, തുടർച്ചകൾ ഉണ്ടാവണം എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഈ റമദാൻ മുൻനിർത്തിയിട്ട് നമുക്കൊന്നുകൂടി നിയ്യത്ത് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്ന ഉണർത്താനുള്ളത്. അത് വ്യത്യസ്ത രൂപത്തിലാകാം. അധിക ക്ലാസ്സുകളിലും പ്രായമായ ഉമ്മമാരും വാപ്പമാരും മാത്രമേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും
ഊർജ്ജസ്വലമായ കാലഘട്ടം കഴിഞ്ഞു പോയിരിക്കുന്നു. മക്കളൊക്കെ വളർന്നു പോയി. ഇപ്പോൾ പേരക്കുട്ടികളാണ് വീട്ടിലുള്ളത്. പേരക്കുട്ടികളെ പഠിപ്പിക്കാൻ വല്യമ്മക്കും വല്യപ്പാക്കും പറ്റൂലല്ലോ. അത് അവരെ മക്കളല്ലല്ലോ. ആ മക്കൾക്ക് വേറെ ഉമ്മയും വാപ്പയുണ്ട്. അപ്പോൾ ഈ പഠിച്ചത് എന്ത് ചെയ്യും? പ്രായമായതിന് ശേഷം ഖുർആൻ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഒരു ബർക്കത്തിന് വേണ്ടി പഠിക്കാം, മനസ്സമാധാനത്തിന് വേണ്ടി പഠിക്കാം, ഒരു ഇബാദത്ത് എന്ന നിലയ്ക്ക് പഠിക്കാം. പക്ഷേ ചെറുപ്പക്കാരായ ആളുകൾ ഖുർആൻ പഠിക്കണം, യുവാക്കൾ പഠിക്കണം, കൗമാരക്കാർ പഠിക്കണം, അതുപോലെ യുവാക്കളായ ഇണകൾ പഠിക്കണം, കച്ചവടക്കാർ പഠിക്കണം, അതുപോലെ ഉദ്യോഗസ്ഥന്മാർ പഠിക്കണം. ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് ഖുർആൻ പഠിക്കേണ്ടത്. അപ്പോൾ അവർക്ക് അതാത് മേഖലകളിൽ ഖുർആനിനെ നടപ്പിൽ വരുത്താനുള്ള അവസരം ഉണ്ടാവും. അല്ലെങ്കിലോ പഠിച്ചത് പ്രയോഗവൽക്കരിക്കാൻ അവസരമില്ലാത്തതിൻ്റെ പേരിൽ നിരാശ തോന്നിപ്പോകുന്ന അവസ്ഥയുണ്ടാവും. സക്കാത്തിനെ കുറിച്ച് പഠിച്ചു, പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ സമ്പത്തില്ല, വരുമാനമൊന്നുമില്ല. കുടുംബജീവിതത്തെക്കുറിച്ച് പഠിക്കുന്നു, പക്ഷേ കുടുംബജീവിതമൊക്കെ കഴിഞ്ഞ് വിശ്രമ ജീവിതത്തിലേക്ക് എത്തിപ്പോയിരിക്കുന്നു. ഇങ്ങനെയാണ് സംഭവിക്കാം. അതിനാൽ ഇനി നമ്മൾ ഖുർആൻ സ്റ്റഡി സെൻറ്റർ ആരംഭിക്കുമ്പോൾ കൗമാരക്കാർക്ക് വേണ്ടി പ്രത്യേക ക്ലാസ്, യുവാക്കൾക്ക് വേറെ ക്ലാസ്, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അതാത് സംഘത്തെ പ്രത്യേകം സംഘടിപ്പിച്ചുള്ള ക്ലാസ്സുകൾ നടത്തിയാൽ കുറേ കൂടി പ്രയോജനപ്രദമാകാൻ സാധ്യതയുണ്ട്. ഓരോ പ്രദേശം കേന്ദ്രീകരിച്ച്, ഓരോ പള്ളികളും മഹല്ലുകളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറിയ ചെറിയ സംഘങ്ങൾ ഒരുമിച്ച് കൂടി ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും അത് വിജയകരമാവുക തന്നെ ചെയ്യും. ഒരേ ഒരു തടസ്സമാണ് ഖുർആൻ പഠിക്കുന്ന കാര്യത്തിൽ നമ്മുടെ മുമ്പിലുള്ളത്. അതെന്തായിരിക്കും? ഖുർആൻ തന്നെ പറഞ്ഞ തടസ്സമാണ്. അത് പൈശാചികമായ തടസ്സമാണ്. ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നീ ഖുർആൻ ഓതുമ്പോൾ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടിക്കൊണ്ട് തുടങ്ങണം. അഊദു ചൊല്ലിയിട്ട് തുടങ്ങണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആൻ അവസാനിക്കുന്നത് എങ്ങനെയാണ്? അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസ് ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ഇതേ പിശാചിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടാണ് ഖുർആൻ അവസാനിക്കുന്നത്. ഈ ശക്തമായ മതിൽക്കെട്ടുകൾക്കകത്താണ് ഖുർആൻ ഉള്ളത് എന്ന് മനസ്സിലാക്കണം. പഠിക്കുന്നിടത്ത് ഇബ്ലീസിൻ്റെ ഇടപെടലുണ്ടാവും. പഠിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിൽ വരുത്തുന്നിടത്തും പിശാചിൻ്റെ ഇടപെടലുണ്ടാവും. അതിനെ മറികടക്കാൻ ബോധപൂർവം തീരുമാനമെടുത്താൽ തീർച്ചയായും നമുക്ക് ഖുർആൻ പഠനം വളരെ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക തന്നെ ചെയ്യും. അതിനാൽ അനുഗ്രഹീത റമളാൻ തണലിട്ടിരിക്കുന്ന ഈ വേളയിൽ ഖുർആനിൻ്റെ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു നിയത്ത്, ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കാലം എൻ്റെ ജീവിതം ഖുർആനിനോടൊപ്പമായിരിക്കും. എന്ത് തടസ്സങ്ങൾ വന്നാലും എല്ലാം വകഞ്ഞു മാറ്റി ഞാൻ ഖുർആനിനോടൊപ്പം സഞ്ചരിക്കും എന്ന് സ്വയം തീരുമാനിക്കുക. വീട്ടിലെ ഉമ്മയും വാപ്പയും മക്കളും ഇണയും തുണയും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഖുർആനിൻ്റെ അഹ്ലുകാരാവാൻ തീരുമാനിച്ചാൽ അത് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ വമ്പിച്ച ഒരു നിശബ്ദ വിപ്ലവത്തിൻ്റെ തുടക്കമാകും എന്ന കാര്യം ഉറപ്പാണ്. പടച്ച തമ്പുരാൻ അങ്ങനെ ഖുർആൻ പഠനത്തെ ഒരു ധ്യാനമാക്കി സ്വീകരിക്കുവാനും അതിൽ അടിയുറച്ച് നിയത്ത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചവനെ, അഹ്ലുൽ ഖുർആനായി ഞങ്ങളുടെ കുടുംബങ്ങളെ നീ മാറ്റിത്തരണേ റബ്ബേ. ഖുർആൻ പഠിക്കുന്ന മാതാപിതാക്കളും മക്കളും ഇണകളും തുണകളും കുടുംബാംഗങ്ങളുമുള്ള സൗഭാഗ്യകരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.